ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ADP അല്ലെങ്കിൽ EDയുടെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺട്രപ്രനേഴ്സ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇൻട്രഡക്ഷൻ മൊഡ്യൂളിൽ ഓൺട്രപ്രനേഴ്ഷിപ്പിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രനേഴ്സിനെ കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബാരിയേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. നമുക്കറിയാം, ഓൺട്രപ്രനേഴ്സ് പ്രത്യേകിച്ച് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺട്രപ്രനേഴ്സിന് അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ളതോ ഒരു സൗണ്ട്നെസ്, ഒരു ടെക്നിക്കൽ നോളേജിൻ്റെ ലാക്കിംഗ് ഉണ്ടാവാം, അല്ലേ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാം. അങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് അവർ നേരിടുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ട്, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ട്, മാനേജീരിയൽ റിലേറ്റഡ് ആയിട്ട്, ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് നേരിടുന്നതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, ഒരു ഫെസിലിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രിയൽസ് അല്ലെങ്കിൽ ബിസിനസ് പീപ്പിൾ അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സിന് വേണ്ടി. മോർ സ്പെസിഫിക് ആയിട്ട്, വളരെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. കാരണം ലാർജ് എൻ്റർപ്രൈസസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവർക്ക് തന്നെ കഴിയും, അല്ലേ? അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് പ്രൊക്യൂർ ചെയ്യുന്നതിന് ആവശ്യമായുള്ള മെഷേഴ്സ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് റൈസ് ചെയ്യാനൊക്കെ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്മോൾ സ്കെയിലിൽ പ്രവർത്തിക്കുന്ന, മൈക്രോ ആയിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെ, കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രി ആയിട്ടോ റൂറൽ ഇൻഡസ്ട്രി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സപ്പോർട്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ടെക്നിക്കൽ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് മെക്കാനിസം, സിസ്റ്റം, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രത്യേകിച്ച് MSME. എന്താണ് MSME? നമ്മൾ ഒരു അടുത്തൊരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും. പക്ഷേ ജസ്റ്റ് ഇപ്പം നിങ്ങൾ അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി പറയുകയാണ്. ക്ലിയർ? ദറ്റ് ഈസ് മൈക്രോ. ആദ്യത്തെ M എന്ന് പറയുന്നത് മൈക്രോ എന്നുള്ളതാണ്. ക്ലിയർ? സൂക്ഷ്മം അല്ലെങ്കിൽ ഏറ്റവും ചെറുതെന്നർത്ഥം. ക്ലിയർ? ദെൻ സ്മോൾ, ഓക്കെ, മീഡിയം, then E stands for enterprise. Clear? So എന്താണ് അപ്പോൾ MSME? മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ, മൈക്രോ എന്ന് പറയുന്നത് ഏറ്റവും ചെറുകിടയാണ്. സ്മോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ അതിനേക്കാളും മൈക്രോ അല്ലാത്ത കുറച്ചുകൂടെ ഇൻവെസ്റ്റ്മെൻറ്റും കേപ്പബിലിറ്റി ഒക്കെ ഉള്ളത്. മീഡിയം എൻ്റർപ്രൈസസ് എന്ന് ലാർജ് എൻ്റർപ്രൈസും അല്ല, സ്മോൾ എൻ്റർപ്രൈസും അല്ല, അങ്ങനെ വരുന്നത്, അതിൻ്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് മെക്കാനിസത്തിൽ വരുന്ന ഒരു ഏജൻസിയാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. അല്ലേ? ഓരോ സംസ്ഥാനങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി എന്നോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് മിനിസ്ട്രീസ് ഉണ്ടാകും, അല്ലെങ്കിൽ മിനിസ്ട്രി ആയിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ കേരളത്തിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു മിനിസ്ട്രി ഉണ്ട്, അല്ലേ? ഇൻഡസ്ട്രിയൽ വ്യവസായ വകുപ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ രീതിയിൽ ഇൻഡസ്ട്രിയൽ അഫയേഴ്സ് ഒക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയുടെ കീഴിൽ കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. അല്ലേ? ആ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഓർഗനൈസേഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കേസസിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം നോക്കുന്നതിന് ഒരു ഡയറക്ടറേറ്റ് ഉണ്ട്. Clear? So therefore the directorate is called as Directorate of Industries and Commerce. ഷോർട്ട് അതിന് DIC എന്നൂടെ പറയാറുണ്ട്. പക്ഷേ DIC പലപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററിനെയാണ് കോമൺ ആയിട്ട് പൊതുവായിട്ട് നമ്മൾ DIC എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ. ഓരോ ജില്ലകളിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായി, ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായി, ക്ലിയർ, സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നോഡൽ സെൻറ്ററായിട്ട്, ക്ലിയർ, നോഡൽ ഏജൻസി ആയിട്ട്, ഒരു ഇൻ്റർമീഡിയറി സെൻറ്ററായിട്ട് പ്രവർത്തിക്കുന്ന, ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ. ഓക്കെ, അത് ഈ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, എനിവേ ഇത്തരത്തിലുള്ള ഒരു DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ നമുക്ക് പറയാം. ചില കേസസിൽ ഈ DIC കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിനെയും DIC എന്ന് തന്നെ പറയാറുണ്ട്. ഓക്കെ,
So Directorate of Industries and Commerce is an implementing agency of micro, small and medium enterprises related to policy decisions of industries department of government of Kerala. Government of Kerala ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോളിസി ഡിസിഷനൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് MSME സെക്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു ഡയറക്ടറേറ്റ് ആണ് Directorate of Industries and Commerce. So the directorate, along with its subordinate field offices, namely district industries and the taluk industries office, അതുപോലെ തന്നെ ബ്ലോക്ക് ലെവലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ഇങ്ങനെ കുറേയധികം രീതിയിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ച് അത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരിക്കും വരിക, ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്. അതിൻ്റെ കീഴെ ക്ലിയർ 14 ജില്ലകൾ നമുക്ക് DICs ഉണ്ട്. ഓരോ ജില്ലകളിലും DIC വീതം. ക്ലിയർ. അങ്ങനെ 14 ജില്ലകളിലുണ്ട്. ഒരു DICയുടെ കീഴിൽ തന്നെ എന്തുണ്ടാവും, കുറേയധികം താലൂക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് എന്ന് പറയും, TIO. ക്ലിയർ. ഇൻഡസ്ട്രിയൽ ഓഫീസ് താലൂക്ക്. ഓക്കെ. ഈ താലൂക്ക് ഇൻഡസ്ട്രിയൽ ഓഫീസിൻ്റെ കീഴിൽ തന്നെ എന്ത് പ്രവർത്തിക്കുന്ന ബ്ലോക്ക് ലെവലിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഉണ്ട്, IEO എന്ന് പറയും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ദെൻ promoting, sponsoring and registering, financing and advising MSME industries in the state. ഇവരുടെ റോൾ എന്താണ്? ഇങ്ങനെയുള്ള MSME യൂണിറ്റുകളുടെ അല്ലേ രജിസ്ട്രേഷൻ, ഓക്കെ, അതിൻ്റെ പ്രൊമോഷൻ, സ്പോൺസറിങ്, ഓക്കെ, ഫിനാൻസിങ്, അഡ്വൈസിങ്, ടെക്നിക്കൽ മാനേജറൽ കാര്യങ്ങൾ അഡ്വൈസ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സിഡീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫിനാൻസ് ചെയ്യുക, അങ്ങനെയുള്ള ഒട്ടനവധി റോൾ ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ദ റോൾ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു ആക്ട് ആസ് എ facilitator for industrial promotion and gives all assistance to start and sustain the MSME. Clear. അപ്പോൾ MSME യൂണിറ്റുകൾ ഇൻഡസ്ട്രീസൊക്കെ രാജ്യത്ത് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെഷേഴ്സും ആരെടുക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട്. Then Directorate of Industries and Commerce coordinates industrial development activity at various sectors, that is micro, small, medium and large enterprises through the state. Clear. ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ ഒരു പ്രത്യേകത MSMEകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും അത് ഏതുകൂടെ കണക്കിലെടുക്കുന്നുണ്ട്, ലാർജ് എൻ്റർപ്രൈസസ്, ക്ലിയർ, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൻ്റെ കാര്യങ്ങൾ കൂടെ നോക്കുന്നുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എൻ്റർപ്രണേഴ്സ് to acquire the required infrastructure and provide financial incentives and concessions on industrial ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആയിക്കോട്ടെ, സബ്സിഡീസ് ആയിക്കോട്ടെ, കൺസെഷൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, എൻ്റർപ്രണേഴ്സിന് ആവശ്യമായുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അക്വയർ ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. ക്ലിയർ. അതൊക്കെ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു. ഇവരുടെ മെയിൻ ഫങ്ഷൻസ് താഴെ പറയുന്ന തരത്തിലാണ്. സോ ദ മേജർ ഫങ്ഷൻസ് ഓഫ് സർവീസസ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്. ക്ലിയർ. DI ആൻഡ് C നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് പറയുമ്പോൾ DI ആൻഡ് C എന്ന് വേണമെങ്കിൽ പറയാം. ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അല്ലേ. DIC എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് DIC എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. DI ആൻഡ് C എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്, DI ആൻഡ് C. ക്ലിയർ. Or as follows. Number 1, coordinate all the industrial activities in the state. Number 2, implement scheme as envisaged in the industrial policy of the state government. State government നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പോളിസി എന്ന് പറയും. ക്ലിയർ. അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പോളിസിയും കൊമേഴ്ഷ്യൽ പോളിസിയുടെയൊക്കെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി ക്ലിയർ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക. ഡെവലപ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ എ പ്ലാൻഡ് മാനർ, MSME അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ യൂണിറ്റ്. ക്ലിയർ. അതിൻ്റെ പ്രൊമോഷന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക. ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെൻറ്. അല്ലേ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന MSME യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന എൻ്റർപ്രണേഴ്സും അല്ലെ, അവരുടെ നീഡ്സും ഗവൺമെൻറ്റും അല്ലേ, ഇവർക്കിടയിലുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ഇത്തരത്തിലുള്ള MSME യൂണിറ്റുകളുടെ അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിൻ്റെ നീഡ്സിനെ കുറിച്ചും ആസ്പിറേഷനെ കുറിച്ചും ഡിമാൻഡിനെ കുറിച്ചൊക്കെ പ്രോബ്ലത്തെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഗവൺമെൻറ് സ്കീംസൊക്കെ ഇൻഡസ്ട്രീസിലേക്ക് കൊണ്ടുവന്ന് എൻ്റർപ്രണേഴ്സിലേക്ക് അല്ലെ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് അവർ. Monitors the implementation of the plan schemes executed by the general manager of the district industries. അതുപോലെ തന്നെ പ്ലാൻ അല്ലേ, നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലാനിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാൻ സ്കീംസ്
പ്ലാൻ ഫണ്ടിൻ്റെ സ്കീംസോ ഫണ്ടിങ്ങോ ഒക്കെ വരുന്ന സമയത്ത് അതെല്ലാം ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ഉണ്ട്. അതിലുള്ള ഹെഡിനെ പറയുന്ന പേരാണ് ജനറൽ മാനേജർ. ക്ലിയർ? അപ്പോൾ ഓരോ ജില്ലകളിലും ഈ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ഹെഡ് ചെയ്യുന്നത്, അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഒരു ജനറൽ മാനേജർ ആയിരിക്കും. അപ്പോൾ അവരിലൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ദെൻ കീപ്സ് ഡാറ്റാബേസസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ്. ക്ലിയർ? അപ്പോൾ കേരളത്തിൽ ഉള്ള MSME യൂണിറ്റുകളുടെ ഒരു ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ? എവിടെയൊക്കെയാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്, ക്ലിയർ? ആരൊക്കെയാണ് അതിനെ ഓൺടർപ്രണർ, എന്തൊക്കെ ലൈൻ ഓഫ് ബിസിനസ് ആണ് ചെയ്യുക, എത്രമാത്രം അവർക്ക് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എത്ര മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടോ, ലോസ് മേക്കിംഗ് ആണോ, ക്ലിയർ? എത്ര സബ്സിഡീസ് കൊടുക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റാബേസിൽ മെയിൻറ്റെയിൻ ചെയ്യും. ദെൻ ഓർഗനൈസസ് ടെക്നോളജി ക്ലിനിക്സ്, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എക്സെട്ര. അതുപോലെ തന്നെ ടെക്നോളജി ക്ലിനിക്കുകൾ, അല്ലേ? ഒരു പുതിയ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വരുമ്പോൾ, അല്ലേ, അത് നമുക്ക് ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ MSME യൂണിറ്റുകളിൽ എങ്ങനെ കൊണ്ടുവരാം, അതിനെ സംബന്ധിച്ച് ക്ലിനിക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മീറ്റിംഗ്സോ കോൺഫറൻസോ അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ, ക്ലിയർ, പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ ഇവർ ഫങ്ഷൻ ചെയ്യാം. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഈസ് participates in fair, exhibition, etc. for the exhibition of products of a small scale unit. അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ ഫെയർ ഒക്കെ നടക്കുന്ന സമയത്ത്, ട്രേഡ് എക്സിബിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത്, നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നടക്കുന്ന സമയത്ത് MSME യൂണിറ്റുകളുടെ പ്രോഡക്റ്റുകൾ ക്ലിയർ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് സ്റ്റാളുകൾ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. ക്ലിയർ? ദെൻ സോ ഇഷ്യൂസ് എസെൻഷ്യൽ സർട്ടിഫിക്കറ്റ്സ് ഫോർ കൺട്രോൾഡ് ഐറ്റംസ് ഓഫ് റോ മെറ്റീരിയൽ. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ, അല്ലേ, നമുക്ക് സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉണ്ടാകും, അതിനെ നമ്മൾ കൺട്രോൾഡ് ഐറ്റംസ് എന്നൊക്കെ പറയും. അല്ലേ? അപ്പോൾ അവിടെ കോട്ടയൊക്കെ നിശ്ചയിച്ചിട്ടായിരിക്കും ഓരോ ഇൻഡസ്ട്രീസിന് കൊടുക്കുക, കാരണം വളരെ റെസ്ട്രിക്റ്റഡും കൺട്രോൾഡും ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അപ്പോൾ ഓരോ യൂണിറ്റുകളുടെയും ആവശ്യത്തിനനുസരിച്ച് അവർക്ക് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും. ക്ലിയർ? ഈ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, കൺട്രോൾഡ് റോ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ആൽക്കഹോളിക് സ്പിരിറ്റ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, ഇപ്പോൾ ഒരു സാനിറ്റൈസർ നിർമ്മിക്കുന്നതിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ, അങ്ങനെ അതിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ, ക്ലിയർ, അപ്പോൾ അതിന് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ഇഷ്യൂ ഓഫ് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്സ്. നമ്മൾ നോക്കി, അല്ലേ, ഇപ്പോൾ കൺട്രോൾഡ് മെറ്റീരിയൽസിൻ്റെ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ വിനിയോഗത്തിന് വേണ്ടിയുള്ള എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും സപ്ലൈസ് കൊടുക്കുക. ക്ലിയർ? ദെൻ ഐഡൻറ്റിഫൈ ഓൺടർപ്രണേഴ്സ് ആൻഡ് മോട്ടിവേറ്റ് ദം. ക്ലിയർ? ഓൺടർപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ EDP പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിൽ നിന്നും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, എൻ്റർപ്രൈസസ് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുക. പ്രൊവൈഡ് പ്രോജക്റ്റ് ഐഡിയ, അല്ലേ? ഇങ്ങനെയുള്ള മോട്ടിവേറ്റഡ് എൻ്റർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകും, പക്ഷേ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, പ്രോജക്റ്റ് ഐഡിയ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, പ്രോജക്റ്റ് പ്രൊഫൈൽ എങ്ങനെ തയ്യാറാക്കാം, അല്ലേ, പ്രോജക്റ്റ് ഫീസിബിലിറ്റി എങ്ങനെ ചെയ്യാൻ പറ്റും, ഓക്കെ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഫീസിബിലിറ്റി എങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം, ഓക്കെ, അതുപോലെ തന്നെ ഗൈഡൻസ്, അഡ്വൈസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. Then give appropriate technology, sourcing, knowledge, know-how, evaluation, tie-ups with the national and international partners. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ബിസിനസ്സിനും ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ബിസിനസ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ഫേം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടാവാം, അല്ലേ? അപ്പോൾ എല്ലാ ടെക്നോളജി എല്ലാ ഫേമിനും സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അപ്രോപ്രിയേറ്റ് ടെക്നോളജി കണ്ടെത്തുകയും അത് എവിടെ നിന്ന് കിട്ടും, അതാണ് അതിൻ്റെ സോഴ്സിങ്. ക്ലിയർ? അതിൻ്റെ നോഹോ എന്താണ്, ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്താണ്, അതിൻ്റെ ഇവാലുവേഷൻ, ക്ലിയർ, അത് ഫീസിബിൾ ആണോ അല്ലയോ, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ, അല്ലേ, ജോയിൻറ്റ് വെഞ്ചറോ അല്ലെങ്കിൽ എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസോ ലൈസൻസോ ടൈപ്പോ ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഇതിനാവശ്യമായുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എൻ്റർപ്രണേഴ്സിന് വേണ്ടി. ദെൻ provide information on the availability of infrastructure, market machinery details, suppliers, then raw material and sources and dealers, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് എവിടെയൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്, ക്ലിയർ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എവിടെയൊക്കെയുണ്ട്, ഏരിയ എവിടെയൊക്കെയുണ്ട്, ക്ലിയർ, ടൂൾ റൂം എവിടെയൊക്കെയുണ്ട്, മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് എവിടെയുണ്ട്, കോമൺ സർവീസ് സ്റ്റേഷൻസ് എവിടെയൊക്കെയുണ്ട്, ഓക്കെ, മാർക്കറ്റ്, ഓക്കെ, മെഷീനറി, എക്യുപ്മെൻറ്റ്സ്, സപ്ലയേഴ്സ്, ഓക്കെ, ഇതെല്ലാം ഉള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ആക്ട് ആസ് എ ലൈസൺ വിത്ത് ദി financial institutions and other departments and agencies for the benefit of entrepreneurs. എൻ്റർപ്രണേഴ്സിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി എൻ്റർപ്രണേഴ്സിനെയും
ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും ഏജൻസീസിനെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈസണിങ് റോൾ. ക്ലിയർ? LIAISON. എന്താ ലൈസൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുക, റാപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക, ഇവരും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ലിങ്കിങ് പിൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, ഒരു കണക്റ്റിംഗ് പിൻ. അപ്പോൾ ആ രീതിയിൽ ലൈസണിങ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു റോൾ ആൻഡ് ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ? പ്രിപ്പയേഴ്സ് ആൻഡ് ഫോർവേഡ്സ് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട്സ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ലോൺ. അല്ലേ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലേ, അത് തയ്യാറാക്കി കൊടുക്കുക. ആർക്ക് വേണ്ടി? എൻ്റർപ്രണേഴ്സിന് വേണ്ടി തയ്യാറാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള ഏജൻസീസും അതിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ കീഴിൽ. അപ്പോൾ അവർ മുഖേന ചെയ്തു കൊടുക്കുക. ദെൻ അസിസ്റ്റ് ദ യൂണിറ്റ് ടു ഗെറ്റ് necessary license clearances NOC from the statutory bodies through green channel. Clear? That is counter or single window. Clear? ക്ലിയറൻസ്. അപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് നമ്മൾ ഇതിന് ശേഷം നോക്കാം എന്താണ് സിംഗിൾ വിൻഡോ. സിംഗിൾ വിൻഡോ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ? സാധാരണ രീതിയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ കുറേയധികം ലൈസൻസ്, പെർമിറ്റ്, സാങ്ഷൻ, രജിസ്ട്രേഷൻ ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഓരോ ഭാഗത്തും നമ്മൾ എൻ്റർപ്രണർ പോയിട്ട് കയറി ഇറങ്ങി ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ ഒട്ടനവധി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സിംഗിൾ വിൻഡോ നമ്മൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ ഓപ്പൺ ചെയ്തു. സിംഗിൾ വിൻഡോയിൽ എന്താ വരിക? മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളൊക്കെ ഇവിടെ വരും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധികളും ഇവിടെ വരും. അപ്പോൾ എന്ത് ചെയ്യും? അവരൊരു ബോഡിയായിട്ട് ഇവിടെ ഉണ്ടാവും. ഒരു എൻ്റർപ്രണർക്ക് എന്ത് ചെയ്താൽ മതി? ഈ വിൻഡോയിൽ അവരുടെ പരാതിയോ അല്ലെങ്കിൽ പ്രോബ്ലമോ ആപ്ലിക്കേഷനോ രജിസ്ട്രേഷനോ ഇവിടെ കൊടുത്താൽ മതി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് ക്ലിയറൻസോ ലൈസൻസോ പെർമിറ്റോ സാങ്ഷനോ രജിസ്ട്രേഷനോ ഒക്കെ കൊടുക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു സ്കീം. ഇതിനു വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സ്കീം. ക്ലിയർ? അപ്പോൾ ഈ സ്കീമിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നു. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓഫീസിൽ അല്ലേ, പഞ്ചായത്ത് ഓഫീസിൽ പോകണം, വില്ലേജ് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിൽ പോകണം, ലൈസൻസും പെർമിറ്റിന് വേണ്ടി പോകണം. ക്ലിയർ? അങ്ങനെ ഒട്ടനവധി, അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകണം. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിൽ ഓരോ പ്രാവശ്യങ്ങൾ. അപ്പോൾ കുറേ കയറി ഇറങ്ങും. നമുക്കറിയാം റെഡ് ടേപ്പിസും ബ്യൂറോക്രാറ്റിക് അല്ലേ, ഒരു നെക്സസും ബോട്ടിൽ നെക്കും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഒരാളുടെ ഇൻഡസ്ട്രിയൽ ആസ്പിറേഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് വരില്ല. അപ്പോൾ പലപ്പോഴും പല ഇമ്പിഡിമെൻസും വരും, ഹിൻഡ്രൻസസും വരും. അപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ഐഡിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സ്കീംസ് വഴി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, then extends financial assistance to the unit under the different schemes undertaken by the government to promote industrialization. MSME യൂണിറ്റുകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊമോഷന് വേണ്ടിയിട്ടും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ കുറേയധികം സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലുള്ള സ്കീമുകളൊക്കെ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ മറ്റുള്ള യൂണിറ്റുകളിലേക്ക് പാസ് ഓൺ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ് പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ചില സ്കീമുകൾ ഏറ്റെടുത്തിട്ടും എന്ത് ചെയ്യുന്നു? അത് യൂണിറ്റുകളിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തിപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഐഡൻറ്റിഫൈസ് ആൻഡ് റിവ്യൂ സിക്ക് യൂണിറ്റ്സ് അണ്ടർ സിക്ക് യൂണിറ്റ് റിവൈവൽ പ്രോഗ്രാം. ക്ലിയർ? അപ്പോൾ സിക്ക് യൂണിറ്റ്സ് റിവൈവൽ പ്രോഗ്രാം അനുസരിച്ച് എന്ത് ചെയ്യുന്നു? എന്താണ് സിക്ക് യൂണിറ്റ്സ് എന്ന് നമുക്ക് അറിയാം അല്ലേ. എന്താ സിക്ക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ? യൂണിറ്റിന് എപ്പോഴും സിക്നസ് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ക്ലിയർ? ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണെങ്കിലും സിക്നസ് വരാം. നമുക്ക് ഹ്യൂമൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള സിക്നസ് അല്ല. പിന്നെ എന്തായിരിക്കും അവിടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ സിക്നസ് എന്താ? ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൻ്റെ സിക്നസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സിക്നസ് ഉണ്ട്. അർത്ഥമാക്കുന്നത് ഒരു ബിസിനസ് അല്ലേ ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റിയാണ്. ക്ലിയർ? ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പാസ്റ്റ് ഒരു 2-3 വർഷം നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷങ്ങളിലേക്ക് നഷ്ടം ലോസ് മേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? യൂണിറ്റിന് ലോസ് മേക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കണമെന്ന് അർത്ഥം. അപ്പോൾ അതിന് നമുക്ക് സിക്ക് യൂണിറ്റ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് വർത്ത് എന്താണ്? നമുക്ക് നെറ്റ് വർത്ത് നമുക്കറിയാം അല്ലേ. ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനാണ് നെറ്റ് വർത്ത് എന്ന് പറയും. ഈ നെറ്റ് വർത്തിൽ ഇറോഷൻ സംഭവിക്കുകയാണ്, ഓരോ വർഷം കുറഞ്ഞു വരുന്നു എങ്കിൽ നെറ്റ് വർത്ത് ഈസ് റെഡ്യൂസിങ്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് പറയുന്നത്? സിക്ക് യൂണിറ്റ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ. അപ്പോൾ ഈ രീതിയിൽ ഇറോഷൻ ഇൻ ദ നെറ്റ് വർത്തോ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ലോസ് മേക്കിംഗ് ഫോർ ദ പാസ്റ്റ് 3 years ഒക്കെ വരികയാണെങ്കിൽ ആ യൂണിറ്റ്
എന്തോ രോഗാവസ്ഥയുള്ളതാണ് അല്ലെങ്കിൽ സിക്നെസ് ഉള്ളതാണ് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സിക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അത്തരം സിക്ക് യൂണിറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള റിവൈവൽ പ്രോഗ്രാം, റിഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഓക്കെ, റീഓർഗനൈസേഷൻ പ്ലാൻ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഓക്കെ സിക്ക് യൂണിറ്റ്സ് റിവൈവൽ പ്രോഗ്രാം അനുസരിച്ച് അവരെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുന്നത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ദെൻ develops land and for the benefit of entrepreneurs by establishing industrial development area, industrial development plot, industrial areas, clear, industrial centers ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്ലോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്യുക. അല്ലേ, നിങ്ങളിപ്പോൾ ഒരു പക്ഷേ കിൻഫ്രയുടെ പാർക്കൊക്കെ നിങ്ങൾ കഞ്ചിക്കോട് കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ തന്നെ ചെറിയ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ക്ലിയർ. അപ്പം ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക. ക്ലിയർ. അതിന് ഡെവലപ്പ് ചെയ്യുക, പ്രദേശങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ആവശ്യമായുള്ള രീതിയിൽ അതിനെന്ത് ചെയ്യുക, ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലൊക്കെ പ്ലോട്ടുകളായി തിരിച്ച് ഓരോ ആൾക്കും വേണ്ടി പ്ലോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഓരോ ആൾക്കും പ്ലോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്ലോട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്യുകയും ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുകയും അതൊക്കെ ചെയ്യുകയും ഇവിടെ പ്രവർത്തിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഫങ്ഷൻസ് ഓഫ് സർവീസസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. അപ്പോൾ നമുക്ക് ടെക്സ്റ്റുവലായിട്ട് നോക്കുമ്പോൾ, തിയറിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുക. ക്ലിയർ. പക്ഷേ ഇൻഡസ്ട്രിയുടെ വെബ്സൈറ്റ്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് പോകുകയാണെങ്കിൽ, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിനൊരു വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ ക്ലിയർ, dic.kerala.gov.in, ദാറ്റ് ഈസ് എ വെബ്സൈറ്റ്. ക്ലിയർ. അതല്ലെങ്കിൽ industry.kerala.gov.in, അത് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഇവരുടെ ഫംഗ്ഷനെ കുറിച്ച്, സർവീസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ക്ലിയർ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ക്ലിയർ. industry.kerala.gov.in. ക്ലിയർ. വേറൊരു വെബ്സൈറ്റ് കൂടെ ഉണ്ട്, dic.kerala.gov.in. ക്ലിയർ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഓക്കെ, ഇതൊരു മോഡിഫൈഡ് വെബ്സൈറ്റ് ആണ്, അത് പഴയ വെബ്സൈറ്റ്. ഓക്കെ, ദെൻ ഇതിൽ അതിൻ്റെ ഫങ്ഷൻസ് നോക്കൂ, അതിൻ്റെ മെനൂസ് നിങ്ങൾ നോക്കി, അതിൽ ഓരോ മെനുവും നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടും അഡീഷണൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ ഹോം, ക്ലിയർ, ഹോം പേജ് ആണ്. അതിൽ അബൌട്ട് അസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ ജിയോസ് ആൻഡ് സർക്കുലേഴ്സ്, പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഓർഡേഴ്സ് ആൻഡ് സർക്കുലേഴ്സ് ആണ് അല്ലേ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം അത് കൺസേൺഡ് ആയില്ല. സ്കീംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കീംസ് നമുക്ക് അറിയാൻ പറ്റും. സർവീസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് കിട്ടും. ക്ലിയർ. ട്രഡീഷണൽ സെക്ടേഴ്സ്, കേരളത്തിൻ്റെ ഏരിയയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ക്ലിയർ, നമുക്ക് ഇവിടെ കുറേയധികം ട്രഡീഷണൽ സെക്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, പാരമ്പര്യമായിട്ട് പ്രവർത്തിക്കുന്ന സെക്ടേഴ്സ്. അപ്പോൾ അത് ഏതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പോളിസി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പോൾ കേരള ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പോളിസി നമുക്കിവിടെ ലഭിക്കും. ഓക്കെ, ഇതിൽ മലയാളത്തിലാണ് വേണ്ടതെങ്കിൽ മലയാളം ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മലയാളത്തിലുള്ള കണ്ടൻസ് ആയിരിക്കും കിട്ടുക. ക്ലിയർ. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഇത് ഇംഗ്ലീഷിലാണ് വരിക. അതിൽ കോൺടാക്ട് ടെക്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഈവൻറ്റ്സ്, പ്രധാനമായിട്ട് നടന്നുള്ള ഈവൻറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാലറി ഉണ്ട്. അപ്പോൾ അതിൽ ഈവൻറ്റ്സിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ആദ്യം നോക്കാം അബൌട്ട് അസ്. ക്ലിയർ. സോ അബൌട്ട് അസ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്, സോ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ക്ലിയർ ഈസ് ഹെഡഡ് ബൈ ദി ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഇൻഡസ്ട്രി. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയും, മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്ററിൻ്റെ കീഴിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഇൻഡസ്ട്രീസ് അവരാണ് വരിക. ക്ലിയർ. അഡീഷണൽ ക്ലിയർ ചീഫ് സെക്രട്ടറി ഓക്കെ ഇൻഡസ്ട്രീസ്. ദെൻ അതിൻ്റെ താഴെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, ഡയറക്ടർ ഉണ്ട്. അതിൻ്റെ താഴെയാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സും ക്ലിയർ, അതുപോലെ തന്നെ താലൂക്ക് ലെവലിലുള്ള ഓഫീസുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസുകളൊക്കെ വരിക. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഓർഗനൈസേഷൻ വരുന്നത്. ഓക്കെ, വികാസ് ഭവൻ ക്ലിയർ, ട്രിവാൻഡ്രത്തുള്ള വികാസ് ഭവനിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ദെൻ Directorate of Industries and Commerce is dealing with the implementation of various industrial activities
and is responsible for the promoting, sponsoring and registering, financing and advising MSME, micro, small and medium enterprises in the state. Clear? അപ്പോൾ പ്രത്യേകിച്ച് MSME യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവർ. ക്ലിയർ? അല്ലെങ്കിൽ ഏജൻസിയാണ്, ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ റോൾ അവർ കൊടുത്തിട്ടുണ്ട് ടു ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ. ക്ലിയർ? ഒരു ഇൻ്റർമീഡിയറി ആയിട്ടും ഫെസിലിറ്റേറ്റർ ആയിട്ടും പ്രൊമോഷണൽ ഏജൻസി ആയിട്ടും സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. 14 ഡിസ്ട്രിക്റ്റിലും എന്തുണ്ട്? ഒരു ഇൻഡസ്ട്രീസ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ അല്ലെങ്കിൽ DIC നമ്മൾ പറയും. ക്ലിയർ? അതുപോലെ തന്നെ കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, CFSC എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ഓക്കെ, മറ്റ് എവിടേക്കാണ് ഇവിടെ കൊടുക്കുന്നത്? ചങ്ങനാശ്ശേരി, ക്ലിയർ, മഞ്ചേരി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. എന്താണ് കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ പറയും. ക്ലിയർ? ഒരു പ്രത്യേക വിഭാഗത്തിൽ വരുന്ന ഇൻഡസ്ട്രീസൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഇൻഡസ്ട്രീസിനും ഒരു സർവീസ് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസെൻറ്റീവോ സബ്സിഡിയോ അസിസ്റ്റൻസോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ഒക്കെ കൊടുക്കുന്നതിന് പകരം അവരുടെ എല്ലാ ഉപയോഗത്തിന് വേണ്ടി ഒരു പൊതുവായിട്ടുള്ള ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വന്ന് അത് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയുക. ക്ലിയർ? അവിടെ എല്ലാ തരത്തിലുള്ള സർവീസസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് കോമൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ എനി ഇൻഡസ്ട്രിയൽ കൺസേൺ ക്ലിയർ ക്യാൻ അവൈൽ ദാറ്റ്. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഉണ്ട്. ദെൻ ഡോക്യുമെൻറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇവരുടെ വിഷൻ കൊടുത്തിട്ടുണ്ട് ടു ട്രാൻസ്ഫോം കേരള ഇൻ ടു ക്ലിയർ എ വൈബ്രൻറ്റ് clear entrepreneurial society with a faster, inclusive and sustainable economic growth and in order to achieve global standard of in every domain. Clear? But this is a vision clear of the department. കേരളത്തെ ഒരു ഇൻഡസ്ട്രിയലി വൈബ്രൻ്റ് ആയിട്ടുള്ള എൻ്റർപ്രനറിയൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആക്കി ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് ഇവിടേത്. ക്ലിയർ? ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് റിലേറ്റിംഗ് ടു അബൌട്ട് അസ്. ക്ലിയർ? അതുപോലെ തന്നെയാണ് ജിയോ സർക്കുലേഴ്സ് നമ്മൾ പോകുന്നില്ല. സ്കീംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന, ഡയറക്ടറേറ്റ് ഓഫർ ചെയ്യുന്ന സ്കീമുകൾ. ക്ലിയർ? സോ വാട്ട് ആർ ദ സ്കീംസ്? ESS ഉണ്ട്. ക്ലിയർ? ദെൻ PMEGP ക്ലിയർ? പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതുപോലെ ആശ, ED ക്ലബ്ബ്. ക്ലിയർ? അതിന് SSCDP ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, ക്ലിയർ? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷൻ സ്കീം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സിക്ക് യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള. ദെൻ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്ലിയർ? ദെൻ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം, സ്കിൽഡ് എൻ്റർപ്രണേഴ്സ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്. ഇങ്ങനെയുള്ള കുറേയധികം സ്കീംസ് ഇവരിൽ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്കീം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ സ്കീംസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സ്കീമാണ്. ESS എന്ന് പറയും, എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീം. എന്താണ് ആ സ്കീം? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ക്ലിയർ? അതുപോലെ തന്നെ സാങ്ഷനിങ് അതോറിറ്റി, ഈ സ്കീം അനുസരിച്ചുള്ള സാങ്ഷനിങ് ആരാണ് കൊടുക്കുക? ക്ലിയർ? അങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിൽ ഇതിന് മോണിറ്റർ ചെയ്യാനുള്ള കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്യുന്നത്? ക്ലിയർ? സ്റ്റേറ്റ് ലെവലിലുള്ള കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഓക്കെ, അതുപോലെ തന്നെ ESS എന്തൊക്കെയാണ് ESSലൂടെ അവർക്ക് കിട്ടുക? ക്ലിയർ? സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാൻ ആൻഡ് മെഷീനറി, എസെൻഷ്യൽ അല്ലേ, ഓഫീസ് എക്യുപ്മെൻറ്റ്സ്, പൊല്യൂഷൻ, ക്ലിയർ? കൺട്രോൾ ഡിവൈസസ്, ഇങ്ങനെയുള്ള കുറേയധികം ഐറ്റംസ് അതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് ഈ സ്കീംസ് വഴി അസിസ്റ്റൻസ് കിട്ടും. ക്ലിയർ? അതുപോലെ തന്നെ സ്റ്റേജസ് ഇൻ എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സ്കീം. ക്ലിയർ? അതിൽ 2-3 സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ? എന്തൊക്കെയാണ് സ്റ്റേജ്? ഒന്ന് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട്, മൂന്നാമത്തത് ടെക്നോളജി സപ്പോർട്ട്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട അസിസ്റ്റൻസ് ആണ് ഇവർ സ്റ്റേജ് വൈറ്റായിട്ട് കൊടുക്കുക. ക്ലിയർ? ആദ്യം ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് വേണ്ടി, പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പിന്നെ ടെക്നോളജിക്കൽ സപ്പോർട്ട്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വരുന്ന ESSനെ കുറിച്ച് നമുക്ക് ഇതിൽ വായിക്കാൻ പറ്റും. ക്ലിയർ? So ESS is to manage and replace all the previous schemes titled Entrepreneurial Support Schemes 2012 to be operated in the state of Kerala. Clear? So all the MSME engaged in the manufacturing activities are eligible for the assistance. Clear? So schemes are operational with effect from 1/4/2012. Clear? അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുറേയധികം എൻ്റർപ്രണറിയൽ അസിസ്റ്റൻസിന് വേണ്ടിയുള്ള സപ്പോർട്ടിന് വേണ്ടിയുള്ള കുറേയധികം സ്കീമുകൾ ഒന്നിച്ച് സബ്സ്യൂം ചെയ്തിട്ട് ഒറ്റ സ്കീമാക്കി കൊണ്ടുവന്നതാണ് ഇത്. അതിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ നമ്മൾ താഴെ നോക്കിയില്ലേ, എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുക? ക്ലിയർ?
അപ്പോൾ അസിസ്റ്റൻസ് ഫോർ അക്വയറിംഗ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇലക്ട്രിഫിക്കേഷൻ ക്ലിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോർ ജനറൽ കാറ്റഗറി അസിസ്റ്റൻസ് 15% ലിമിറ്റഡ് ടു 20 lakh rupees വരെ കൊടുക്കുന്നു. ക്ലിയർ. ഫോർ യങ് 18 മുതൽ 45 വരെയുള്ള വയസ്സുള്ള ആളുകൾക്കോ വുമണോ SC/ST എൻ്റർപ്രണേഴ്സ് ഒക്കെ ആണെങ്കിൽ ക്ലിയർ ദി അസിസ്റ്റൻസ് ഈ 15% എന്ന് പറയുന്നതിന് പകരം എത്രയായിട്ട് മാറും 20% അപ് ടു 30 lakh വരെ ആവും. ഓക്കെ, ഇങ്ങനെ അതുപോലെ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ദെൻ എൻ്റർപ്രണേഴ്സ് ഇൻ പ്രയോറിറ്റി സെക്ടർ ക്ലിയർ ഈസ് എലിജിബിൾ ഫോർ അഡീഷണൽ അസിസ്റ്റൻസ് ഓഫ് 10% ഓവർ ആൻഡ് അബവ് ദിസ്. ഇതിനേക്കാളും കൂടുതൽ 10% എക്സ്ട്രാ ക്ലിയർ 10 ലക്ഷം രൂപ വരെ അസിസ്റ്റൻസ് കൊടുക്കുന്നു. ഓക്കെ, then MSME started in districts of Idukki and Wayanad and Kasaragod and Perindalmanna Pathanamthitta are eligible for additional support of 10%. Industry backward district ആണ് ക്ലിയർ. മോസ്റ്റ് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആണ് ഇടുക്കി ആൻഡ് വയനാട്. ഇതും കുറച്ചുകൂടെ ബാക്ക്വേർഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വീണ്ടും 10 lakh വരെ 10% അഡീഷണൽ ആയിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നു. ക്ലിയർ. സോ ഇൻഡസ്ട്രി സെറ്റപ്പ് after acquiring technology from approved research institutions are eligible for additional support of 10% subject to 10 lakh. ക്ലിയർ. ഇവർ അപ്രൂവ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇതുണ്ട്. ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള അപ്രൂവ്ഡ് വെൻഡേഴ്സിൽ നിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരുടെ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അസിസ്റ്റൻസ് കൊടുക്കുന്നു. ക്ലിയർ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ടോട്ടൽ എലിജിബിൾ അസിസ്റ്റൻസ് ഫ്രം ക്ലിയർ എൻ്റർപ്രൈസ് എത്ര 30 ലക്ഷം. അപ്പോൾ 30 ലക്ഷം രൂപ വരെയുള്ള അസിസ്റ്റൻസ് എന്ത് ചെയ്യും ഇവർക്ക് കിട്ടും. ക്ലിയർ. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്കീമാണ് എൻ്റർപ്രണറിയൽ സപ്പോർട്ട് സ്കീം എന്ന് പറയുന്നത് ESS. ക്ലിയർ. അപ്പോൾ അങ്ങനെ ഓരോ സ്കീമിനെ കുറിച്ച് നമുക്ക് ഇതുപോലെ ഓരോന്നും എടുക്കാൻ പറ്റും. ക്ലിയർ. PMEGP എന്താണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PMEGPയെ കുറിച്ചുള്ള കണ്ടൻസ് കിട്ടും. ക്ലിയർ. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ജനറേഷൻ പ്രോഗ്രാം കേട്ടോ. പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്നു. ഓക്കെ, ഇത് നേരത്തെ ഇതിനെ അറിയപ്പെടുന്നത് REGP എന്നാണ്. ക്ലിയർ. റൂറൽ എംപ്ലോയ്മെൻറ്റ് ക്ലിയർ ഗ്യാരണ്ടീസ് പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ്. അതിനെയാണ് ഇപ്പം എന്ത് പറയുന്നത് PMRY. ക്ലിയർ. PMRYയും REGP രണ്ടും കൂടെ സബ്സ്യൂം ചെയ്ത് ഒറ്റ സ്കീം ആക്കിയിട്ടാണ് ഇപ്പം PMEGP എന്ന് പറയുന്നത്. ഓക്കെ, സ്കീം ഈസ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ KYC ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, KVIC എന്താ നമ്മൾ പിന്നീട് നോക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് വഴി അത് ചെയ്യുന്നു. ഇൻ റൂറൽ ഏരിയ ത്രൂ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റർ, ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് in the ratio of 30:30:40 between KYC, KYB and DIC respectively. Clear. So Khadi and Village Industries Commission, Khadi and Village Industries Board and District Industry Center. അപ്പോൾ ഇവരുടെ ആകെയുള്ള സ്കീംസിനെ ഇങ്ങനെ 30:30:40 ഈ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. DIC ഏതിൻ്റെ കീഴിൽ വരുന്നതാ? ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയും അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്കീമാണ്. ക്ലിയർ. കുറച്ച് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ തന്നെ ചെയ്യുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് നിർവഹിക്കുന്നു. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ സ്കീമിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്? ക്ലിയർ. സോ അസിസ്റ്റൻസ് അണ്ടർ ദി സ്കീംസ് ഈസ് അവൈലബിൾ ഓൺലി ടു ന്യൂ യൂണിറ്റ്സ്. പുതിയ യൂണിറ്റുകൾക്ക് മാത്രമേ ഇത് കൊടുക്കുള്ളൂ. ക്ലിയർ. പെർ ക്യാപിറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 1 lakh in plain area and 1.5 lakh in hilly area. ക്ലിയർ. അപ്പോൾ ഇതൊരു പെർ ക്യാപിറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വില്ലേജ് ഇൻഡസ്ട്രീസിനെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വില്ലേജ് ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു യാർഡ് സ്റ്റിക്കാണ്. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ഒരു യൂണിറ്റിൽ വില്ലേജ് പ്രദേശത്ത് അല്ലെങ്കിൽ റൂറൽ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിൽ ക്ലിയർ 10 ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ 10 ആൾക്കാർ പ്രവർത്തിക്കുന്ന ആർട്ടിസാൻസ് അല്ലെ കരകൗശല വിദഗ്ധർ, സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ, ഇവരെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഒരു യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്ലിയർ. ഫോർ എക്സാമ്പിൾ ഒരു 10 കാർപ്പൻറ്റേഴ്സ് കൂടെ ചേർന്നിട്ട് ഒരു കാർപ്പൻട്രി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു 10 ഗോൾഡ് സ്മിത്ത് ആൾക്കാരെ കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ ജുവൽസ് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുക. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 1x10 അപ്പോൾ 10 ലക്ഷം രൂപ വരെ ആവാം. 15 പേരാണെങ്കിൽ 15 ലക്ഷം രൂപ വരെ ആവാം. ക്ലിയർ. അതാണ് പെർ ക്യാപിറ്റ ക്ലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഹില്ലി ഏരിയ ഒക്കെ ആണെങ്കിൽ എന്താ ഹില്ലി ഏരിയ?
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി ഡിസ്ട്രിക്റ്റോ വയനാട് ഡിസ്ട്രിക്റ്റോ അങ്ങനെയുള്ള ഏരിയയൊക്കെ ഹില്ലി ഏരിയ ആണ് അല്ലേ, അല്ലെങ്കിൽ പാലക്കാട് അട്ടപ്പാടി അങ്ങനെയുള്ള ചില മേഖലകളൊക്കെ ഹില്ലി ഏരിയാസ് ആണ്. അപ്പോൾ ഹില്ലി ഏരിയാസിൽ വരുന്ന പ്രദേശങ്ങളാണെങ്കിൽ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 1.5 lakh പെർ പേഴ്സൺ ആണ്. അപ്പോൾ 10 പേരുണ്ടെങ്കിൽ 15 lakh വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് വെച്ചിട്ടാണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദ റേറ്റ് ഓഫ് സബ്സിഡി ഈസ് 15% to 35%. ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 15 മുതൽ 35% വരെ, പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 15 മുതൽ 35% വരെ എന്ത് ചെയ്യുന്നു, സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ലോൺ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ? ദെൻ ദ മാർജിൻ ടു ബി ബ്രോട്ട് ബൈ ദ എൻ്റർപ്രണർ പ്രൊമോട്ടർ ഈസ് 5%. ക്ലിയർ? 5% മാർജിൻ അവർ തന്നെ കൊണ്ടുവരണം. അപ്പോൾ 10 ലക്ഷം രൂപയാണെങ്കിൽ അല്ലേ, അതിൻ്റെ 5% പറയുമ്പോൾ 50,000 രൂപ വരും. അപ്പോൾ 50,000 രൂപ ആരെടുക്കണം? സോറി, സോ ഇസ് 5% ഓഫ് ദിസ് 10 lakh അല്ലേ എന്ന് പറയുമ്പോൾ 10% വരുമ്പോൾ എത്ര വരും? 1 lakh റുപ്പീ വരും. എസ് 50, ദാറ്റ് ഈസ് 50,000 റുപ്പീ. അത് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? എൻ്റർപ്രണർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ബാക്കിയുള്ളത് ലോണായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുന്ന ലോണിൻ്റെ 15 മുതൽ 35% വരെ സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് നൽകും. ലോൺ അക്കൗണ്ടിലേക്കാണ് നൽകുക. സോ മിനിമം പ്രോജക്റ്റ് കോസ്റ്റ്, മാക്സിമം പ്രോജക്റ്റ് കോസ്റ്റ് പരമാവധി 25 ലക്ഷം രൂപ വരെ മാനുഫാക്ചറിങ് സെക്ടറിലാണെങ്കിൽ പറ്റുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ സർവീസ് സെക്ടറിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ 10 ലക്ഷം രൂപ വരെ പറ്റുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെ ഡ്യൂറിങ് 2015-16 734 units were assisted with clear 1081.61 lakhs creating employment to 3902 person. ക്ലിയർ? അപ്പോൾ PMEGP പ്രധാനമായിട്ടും എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി, റൂറൽ ഏരിയയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ റൂറൽ ഏരിയയിൽ മാത്രമല്ല, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ മുഖേന അർബൻ, സെമി അർബൻ ഏരിയയിലും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്കീമിൻ്റെ. ഓക്കെ, സോ മാർജിൻ മണി ഗ്രാൻഡ് ആയിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടർ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ചില കേസിൽ അത് അർബൻ ഏരിയ ആണെങ്കിൽ 10%ആണ്. ക്ലിയർ? റൂറൽ ഏരിയ ആണെങ്കിൽ 10%ആണ്. ക്ലിയർ? അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയാണ്, SC ST കാറ്റഗറിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി, വുമണോ PHO എക്സ് സർവീസ്മെൻ ഒക്കെ ആണെങ്കിൽ 5% മതി. ക്ലിയർ? അപ്പോൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ 5% എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറി എൻ്റർപ്രണേഴ്സിനാണ്. അതല്ലാതെ ജനറൽ കാറ്റഗറി വരുമ്പോൾ 10%. ക്ലിയർ? അതുപോലെ മാർജിൻ മണി ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത് ഇവിടെ 15% ആണ് ജനറൽ കാറ്റഗറിക്ക്. റൂറൽ പ്രദേശത്തിന് 25% വരെ കൊടുക്കും. ക്ലിയർ? പക്ഷെ ഇവിടെ ആണെങ്കിൽ അത് 25%, 35% ആണ്. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി എൻ്റർപ്രണേഴ്സിന് കുറച്ചുകൂടെ എൻഹാൻസ്ഡ് റേറ്റിൽ അസിസ്റ്റൻസ് ഒക്കെ ലഭിക്കുന്നു. ഇതാണ് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്കീം. അതുപോലെ തന്നെ വേറൊരു സ്കീമാണ് ആശ, ASHA. സോ വാട്ട് ഈസ് ആശ, ASHA? ദാറ്റ് മീൻസ് അസിസ്റ്റൻസ് സ്കീം ഫോർ ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റൻസ്. ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസൻസിന് വേണ്ടി, അവരുടെ യൂണിറ്റുകൾക്ക് വേണ്ടി, കരകൗശല അല്ലേ, വീട്ടിൽ തന്നെ നമ്മൾ കരകൗശല ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അസിസ്റ്റൻസ്. എൻ്റെ അബ്രിവിയേഷനായിട്ടാണ് ASHA എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇറ്റ് ഈസ് റീപ്ലേസ് ദി എക്സിസ്റ്റിംഗ് സ്കീം ഓഫ് എൻ്റർപ്രണർ അസിസ്റ്റൻസ് സ്കീം. ക്ലിയർ? ഈ EAS എന്ന് പറയുന്നത് നേരത്തെ ഹാൻഡിക്രാഫ്റ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഉണ്ടായിരുന്നു. അതിനെ പുതിയ വേർഷനായിട്ടാണ് ഇപ്പോൾ ASHA വരുന്നത്. അതിലും എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഹാൻഡിക്രാഫ്റ്റ് എൻ്റർപ്രൈസസിന് അസിസ്റ്റൻസ് കൊടുക്കുന്നു. സോ ദി അസിസ്റ്റൻസ് സ്കീം ഫോർ ഹാൻഡിക്രാഫ്റ്റ്സ് artisans lends to provide extensive support to artisans in the handloom sector, handicraft sector, and setting up of handicraft based micro enterprises. അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുക. Give one-time support, grant ആയിട്ടാണ് കൊടുക്കുക to eligible artisans in the state as backward and assistance. Clear? The key features. The scheme envisages extending one-time assistance to the area artisans who set up micro enterprises in the handicraft sector. The support will be extended to as a back-end financial assistance in the form of grant upon the commissioning of an enterprise. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് അതിന് ഗ്രാൻഡ് ആയിട്ട് നൽകുന്നത്. അതുകൊണ്ടാണ് അതിന് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തു എന്നതിൻ്റെ ഫലമായിട്ട് ഒരു എൻ്റർപ്രൈസ് രജിസ്റ്റർ ചെയ്ത് ക്ലിയർ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി അതിന് നമ്മളിപ്പോൾ ഉദ്യോഗ ആധാർ എന്ന് പറയും. ക്ലിയർ ഒരു ആധാറൊക്കെ നമുക്ക് കിട്ടും. ക്ലിയർ ഇങ്ങനെ എൻ്റർപ്രൈസസിന് വേണ്ടി. അപ്പോൾ അതിന് പിന്നീട് നോക്കും നമ്മൾ എന്താണ് ഈ ഉദ്യോഗ ആധാർ നമ്പർ. ക്ലിയർ UAN. ഓക്കെ. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഒക്കെ അവർ ഫയൽ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. 40% of the entrepreneurs 40% of the expenditure on fixed investment, clear, fixed capital investment subject to a ceiling of 2 lakh, and 50% of expenditure on fixed capital investment for women and SC/ST subject to a 3 lakh. അപ്പോൾ 3 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ. ക്ലിയർ സ്പെഷ്യൽ കാറ്റഗറി എൻ്റർപ്രണേഴ്സ് ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കുന്നു. The principal element of fixed capital assistance investment, including the cost of manufacturing, workshed, workshop, essential tools, equipments, machinery, clear, technology transfer, clear, fees, consultancy charges, product design, development charge, clear, will be considered for financial assistance. Clear, ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും എമൗണ്ട് നിശ്ചയിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതിൻ്റെ 3 ലക്ഷം രൂപ വരെ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കും. So prescribed formula ഇതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ. The applicants should be enrolled as an artisan or craftsman under the Office of the Development Commission of Handicrafts, clear, or Surabhi HD CK Limited, അതുപോലെ തന്നെ KELPALAM, ക്ലിയർ, കെൽപാം എന്നാണ് പറയുക. ക്ലിയർ. KSBC, കാഡ്കോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം അവർ. ഓക്കെ. സോ ദർ ഈസ് നോ ഫീസ് ചാർജ് ഫോർ അപ്ലൈയിങ് ദി അസിസ്റ്റൻസ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഈ സ്കീംസിൽ വരുന്നത്. ദെൻ ED ക്ലബ്ബ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. എൻ്റർപ്രണോറിയൽ ഡെവലപ്മെൻറ്റ് ക്ലബ്ബാണ്. സ്കൂളുകളിലും കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും, ക്ലിയർ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ രൂപീകരിക്കുന്ന ക്ലബ്ബുകളാണ്. ക്ലിയർ. ITIയിലായിക്കോട്ടെ, പോളിടെക്നിക്കലിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് കോളേജിലായിക്കോട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഇവിടെ എല്ലാം BHSC, ഇവിടെ എല്ലാം എന്തുണ്ട്, ED ക്ലബ്ബുകൾ ഫങ്ഷൻ ചെയ്യണം. സോ Department of Industries and Commerce, Government of Kerala formulated a scheme to set up entrepreneurship development club, clear, in schools and colleges of the state of to inculcate entrepreneurial culture amongst the young people and students, to equip them with the skills, techniques and confidence to act as a torch bearers of the enterprise. അല്ലേ, ഒരു എൻ്റർപ്രൈനർ ആയിട്ട് മാറുന്നതിന് വേണ്ടി അവരെ പ്രൊമോട്ട് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, നോളേജ് കൊടുക്കുക, സ്കിൽസ് കൊടുക്കുക എന്നൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ്സ് ആർ ടു ഇൻകൾക്കേറ്റ് എൻ്റർപ്രണർഷിപ്പ് qualities, okay, to sensitize industrial scenario to the state. ക്ലിയർ. കേരളത്തിലുള്ള ഇൻഡസ്ട്രിയൽ സാധ്യതകൾ എന്തൊക്കെയാണ്, ഓപ്പർച്യൂണിറ്റി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, സ്റ്റാറ്റസ് എന്താണ്. ഓക്കെ. അതുപോലെ തന്നെ അതിൻ്റെ സ്കീംസ്, അസിസ്റ്റൻസ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ്, ദ നേച്ചർ ഓഫ് ദ ടാലൻറ്റ്, എൻ്റർപ്രണോറിയൽ ടാലൻറ്റ്, അല്ലേ, എന്തെല്ലാം എൻ്റർപ്രണോറിയൽ ടാലൻറ്റ് ആവശ്യമാണ്, ഡെവലപ്പ് അവയർനെസ്. ക്ലിയർ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. The next is SSCDP. Clear. So it is another scheme that is sponsored cluster development program. അതാണ് state sponsored cluster development program. Clear. So SSCDP ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യുന്ന ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട്, അതിനെ CDP എന്നാണ് പറയുക. ക്ലിയർ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ അഡീഷൻ ടു ദാറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ചില ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹനം നൽകുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന സ്കീമാണ് SSCDP. ക്ലിയർ. സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ചില പ്രത്യേകതകൾ. ഫോർ എക്സാമ്പിൾ ആലപ്പി ഡിസ്ട്രിക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ യൂണിറ്റുകളുണ്ട്. ക്ലിയർ. അവിടെ മിക്കവാറും ആൾക്കാരും അങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ അവിടെ കുറേ യൂണിറ്റുകൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ.
അപ്പോൾ 100 കണക്കിനോ 50 കണക്കിനോ യൂണിറ്റുകൾ, ചെറിയ ചെറിയ യൂണിറ്റുകൾ ഈ കൊയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ് മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കണം. അവിടെയൊക്കെ കുറേയധികം ആളുകൾ ജോലിയുണ്ടാവും. ക്ലിയർ? ഇവർക്കൊക്കെ ചില കോമൺ ആയിട്ടുള്ള ചില സർവീസ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. ഇത് എല്ലാ ഇൻഡസ്ട്രീസിനും ഓരോന്ന് വീതം കൊടുക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് വേണം. അപ്പോൾ നമുക്ക് അത്രത്തോളം ഗ്രാൻഡോ സബ്സിഡി കൊടുക്കാനും പറ്റില്ല. പക്ഷേ ഈ സർവീസുകളൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു കോമൺ സർവീസ് സെൻറ്റർ അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻ്റ് ആവോ, റോഡോ, നെറ്റ്വർക്കോ, കമ്മ്യൂണിക്കേഷനോ, ട്രാൻസ്പോർട്ടേഷനോ, ട്രേഡോ, മാർക്കറ്റോ, ക്ലിയർ, ഷോറൂംസോ, ക്ലിയർ, ഔട്ട്ലെറ്റുകളോ, ഇങ്ങനെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം, ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രം, ഒരു എൻ്റർപ്രൈസിന് മാത്രമായിട്ട് ചെയ്യാതെ കുറേയധികം എൻ്റർപ്രൈസസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലായിരിക്കണം, ഒരു കോമൺ ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലേ, ഒരേ ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുന്ന, ഒരേ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്, ക്ലിയർ, അല്ലെങ്കിൽ യൂണിറ്റുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ്, ക്ലിയർ, കോമൺ ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ക്ലിയർ? ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന സ്കീം ആയതുകൊണ്ട് ഇതിനെ SS, ക്ലിയർ, സ്റ്റേറ്റ് സ്പോൺസർ എന്ന് പറയും. സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ സ്കീം ആകുമ്പോൾ വെറും CDP എന്ന് മാത്രം പറയും. അപ്പോൾ ഈ രീതിയിൽ MSME, ക്ലിയർ, മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് MSME യൂണിറ്റുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്, ഓക്കെ, കോമൺ ഫെസിലിറ്റീസ് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് 1 crore rupees വരെയൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്യും. ക്ലിയർ? ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ 5% മാത്രം മതി. ക്ലിയർ? ബാലൻസ് 95% ഓഫ് ദി ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് വിൽ ബി ഷെയർഡ് ഈക്വലി ബൈ ദ സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് LSGD. ക്ലിയർ? LSGD എന്താ, പഞ്ചായത്തുകളോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ, ക്ലിയർ, അവരും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബാക്കിയുള്ള 95% തുല്യമായിട്ട് വിധിച്ചെടുക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, 1 crore rupeesൻ്റെ ഒരു ഫെസിലിറ്റി, കോമൺ ഫെസിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും, കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റർ അല്ലേ, കോമൺ ഫെസിലിറ്റി സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ പ്രോജക്റ്റ് കോസ്റ്റ് ഓഫ് ദി CFC ലിമിറ്റഡ് ടു 50 lakh, 50 ലക്ഷം രൂപ വരെ. അങ്ങനെയാണെങ്കിൽ ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ 5%, ബാലൻസ് 95% വിൽ ബി ഫുള്ളി സ്പോൺസർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. 50 ലക്ഷം രൂപ വരെയുള്ള കോമൺ ഫെസിലിറ്റി സർവീസസ് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് അസിസ്റ്റൻസും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലസ്റ്ററുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ക്ലസ്റ്ററുകളിലാണ് ഇതൊക്കെ നടപ്പിലാക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ക്ലസ്റ്റർ എന്താ, ക്ലസ്റ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് ലൊക്കേറ്റഡ് വിത്തിൻ എ ഐഡൻറ്റിഫയബിൾ ആൻഡ് ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ contiguous area and producing same or similar products and services. ഒരേ തരത്തിലുള്ള പ്രോഡക്റ്റോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പർട്ടിക്കുലർ ഏരിയയിൽ തിങ്ങി നിൽക്കുന്ന അല്ലേ, ലൊക്കേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളെയാണ്, ഐഡൻറ്റിഫയബിൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളാണ് ക്ലസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. സോ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രൈസസ് ഇൻ എ ക്ലസ്റ്റേഴ്സ് ആർ അല്ലേ, സിമിലാരിറ്റി or complementarity of the method of production, quality control, clear, testing, energy conservation, pollution control, clear. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കോമൺ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെയിം ഫീച്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കെല്ലാം വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. ക്ലിയർ? സോ സിമിലർ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും അവർക്ക്. ക്ലിയർ? കോമൺ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. സിമിലർ ചാനൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അമംഗ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലസ്റ്റർ അങ്ങനെ ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെയുള്ളൊരു ഏരിയയിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. സോ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താ, ടു സപ്പോർട്ട് ദി സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് MSME, മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ഇൻ നാനോ ഹൗസ് ഹോൾഡ്. ക്ലിയർ? മൈക്രോനേക്കാളും ചെറിയ കുടിൽ വ്യവസായം, അതിനാണ് നാനോ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ആൻഡ് PMAGP യൂണിറ്റ്സ് സെഗ്മെൻറ്റഡ് ബൈ അഡ്രസ്സിങ് common issues such as improving technology, skills, quality, market access, clear, access to capital, ഇതൊക്കെ അവർക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിൽഡ് കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടി ട്രെയിനിങ് അല്ലേ, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് മെഷേഴ്സ് ഒക്കെ വരുന്നു. ക്രിയേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. ക്ലിയർ? ക്രിയേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇൻ ദി ന്യൂ ഓർ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ഏരിയ ക്ലസ്റ്റേഴ്സ്, അതൊക്കെ അവർ ചെയ്യുന്നു.
എക്സിസ്റ്റിങ്ങിൽ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാനും പുതിയത് ഡെവലപ്പ് ചെയ്യാനും ശ്രമിക്കുന്നു. ക്രിയേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചറൽ facilities in the new and existing industrial area clusters of MSCs, including setting up of flatted factory complexes. Clear? അല്ലേ, കുറേയധികം ബിൽഡിങ് അല്ലേ ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് മാതൃകയിൽ എന്ത് ചെയ്യുക, ഫാക്ടറി കോംപ്ലക്സസ് കെട്ടി വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് യോജിച്ച തരത്തിൽ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരിക. ഇങ്ങനെ കുറേയധികം സിസ്റ്റംസ് ആണ് ഇതിലൂടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കമ്പോണൻസ് ഒക്കെ കൊടുത്തിട്ട്, അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് നോക്കി എന്താണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം SSCDP എന്താണെന്ന് നോക്കുക. ക്ലിയർ? സോ നെക്സ്റ്റ് സ്കീം ഈസ് കോൾഡ് ആസ് CDP, അല്ലേ, ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുക. ക്ലിയർ? ഇത് സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീമാണ്. ഓക്കെ, സോ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ MSC CDP. സോ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് MSME മിനിസ്ട്രി. ക്ലിയർ? അപ്പോൾ MSME ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇതേപോലെ ക്ലസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണത്. ഓക്കെ, ഇതേപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇത് സെൻട്രലി സ്പോൺസേർഡ്. ഇതിൻ്റെ ഫണ്ടിങ് ആര് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നു. ക്ലിയർ? സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള MSME മിനിസ്ട്രി ചെയ്യുന്നു. സോ സിമിലാരിറ്റി, കോംപ്ലിമെൻറ്റാരിറ്റി, നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കുക. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിലാണ് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ക്ലിയർ? അതിൻ്റെ ഒബ്ജക്റ്റ് എന്താ? ടു സപ്പോർട്ട് സസ്റ്റൈനബിലിറ്റി ഓഫ് MSC, അല്ലേ, ടു ബിൽഡ് MSC കോമൺ സപ്പോർട്ട് ഫാക്ടർ. ക്ലിയർ? അവൻ ടു ക്രിയേറ്റ് ആൻഡ് അപ്ഗ്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. then infrastructure facility. സോ ഈ സ്കീമിൽ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയാസ്. ക്ലിയർ? അവർ പ്ലോട്ടുകൾ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ട്, ക്ലിയർ, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുകയും ലാൻഡ് അക്വയർ ചെയ്യും, പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യും, ഏരിയ ഡെവലപ്പ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു സ്കീമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയാസ്. ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ, ക്ലിയർ, കേരളത്തിൽ കുറേയധികം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സോ അല്ലേ, വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ളൊരു സംസ്ഥാനം എന്ന നിലയിൽ, അല്ലേ, ഇൻഡസ്ട്രീസ് എല്ലാവരും നമുക്ക് ഇൻഡസ്ട്രീസ് തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചില ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ നോക്കി അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്ത്, ക്ലിയർ, എൻ്റർപ്രണേഴ്സിന് ആവശ്യമായുള്ള ഫെസിലിറ്റീസൊക്കെ ഒരുക്കി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കൺട്രോൾസ് 10 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയാസ്. ക്ലിയർ? 25 ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ടുകൾ. ക്ലിയർ? ദെൻ 2 കൊയർ പാർക്കുകൾ. ക്ലിയർ? 2 എണ്ണം ഉണ്ട്. 1 ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്. ക്ലിയർ? അപ്പോൾ 10ഓളം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ ഉണ്ട്, 25ഓളം ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പ്ലോട്ടുകളുണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ 2ഓളം കയർ പാർക്കുകളുണ്ട്, ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആയിട്ട് ഒരെണ്ണം ഉണ്ട് ഇവരുടെ കീഴിൽ. ഓക്കെ, ദെൻ സോ ഇത്തരത്തിലുള്ള എസ്റ്റേറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയല്ലേ. അതുപോലെ തന്നെയാണ് സിറ്റുവേറ്റഡ് ഇൻ ദി ഡിസ്ട്രിക്ട്സ് എക്സെപ്റ്റ് വയനാട്, ഓഫ് വിച്ച് the total area comes to 2,400 acres and accommodates 2,500 old industrial units as tabulated here. Clear? അപ്പോൾ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇത്രയും പ്ലോട്ടുകൾ ഇപ്പോൾ വേക്കൻ്റ് ആയിട്ടും കിടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രൊസ്പെക്റ്റീവ് എൻ്റർപ്രണർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, ഏതൊക്കെ ഏരിയയിൽ അവർക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത്തരത്തിൽ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ എസ്റ്റേറ്റിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ മാനേജർമാരുമായി ബന്ധപ്പെട്ടിട്ട് ഏരിയ അക്വയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് വാടകയ്ക്ക് എടുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ കഴിയും. ക്ലിയർ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്,
മിക്കവാറും എല്ലാ കോമൺ ഫെസിലിറ്റീസും അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ, റോഡ്, നെറ്റ്വർക്ക്, കണക്ടിവിറ്റി, ക്ലിയർ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ഇലക്ട്രിസിറ്റി, വാട്ടർ സർവീസ്, എല്ലാത്തിനും ആവശ്യമായുള്ള സർവീസസ് കോമൺ ആയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ രീതിയിലുള്ള ഏരിയ ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയാസ്. ഓക്കെ, സോ ദിസ് ഈസ് അനദർ സർവീസസ്. അപ്പോൾ വേറൊരു സ്കീമായിട്ട് നമുക്കിത് നോക്കാൻ പറ്റും. ദെൻ അടുത്തൊരു സ്കീം വരുന്നത് എന്താ, ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ശേഷം റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷൻ സ്കീം, അല്ലേ? സിക്കി ഇൻഡസ്ട്രിയൽ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള റിഹാബിലിറ്റേഷൻ സ്കീമുകളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള സ്കീംസ് എന്തൊക്കെയാണ്? റിവൈവൽ ആണ്, എങ്ങനെയാണ്, എപ്പോഴാണത് റിവൈവ് ചെയ്യാം, എങ്ങനെ റിവൈവ് ചെയ്യാം, അല്ലേ? അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനിഷൻ ഓഫ് ദി ടേം മെൻഷൻ ഇൻ ദി മാനുവൽ ആർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് സ്കീംസ് ആൻഡ് നോട്ട് അപ്ലിക്കബിൾ ടു എൽസ്വെയർ. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഒരു മാനുവൽ പ്രിപ്പയർ ചെയ്ത് അതിൽ എന്താണ് സിക്ക് യൂണിറ്റ്സ്, ക്ലിയർ, ആരെയാണ് റിവൈവ് ചെയ്യുന്നത്, അങ്ങനെയുള്ളൊരു സ്കീം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ. സ്ട്രെസ്ഡ് MSME എന്ന് പറയും. ക്ലിയർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷനൊക്കെ അനുസരിച്ച് സ്ട്രെസ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ. പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നോട്ട് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 30 days. ക്ലിയർ. അപ്പം അങ്ങനെ വരാവുന്ന യൂണിറ്റുകൾ. അതുപോലെ തന്നെ സിക്ക് യൂണിറ്റ്സ് എന്താണ്, ഓക്കെ, ക്ലോസ്ഡ് യൂണിറ്റ്സ്, അങ്ങനെ കുറേയധികം ഡെഫിനിഷൻ, അതിൻ്റെ കാര്യങ്ങൾ, റിവൈവൽ, ഓക്കെ, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഈ റിവൈവൽ ആൻഡ് റിഹാബിലിറ്റേഷനെ കുറിച്ച് ജസ്റ്റ് നോക്കുക സ്കീംസ്. ക്ലിയർ. നെക്സ്റ്റ് ഈസ് അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, അല്ലേ? അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയുള്ളതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്ലിയർ. അപ്പോൾ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനാണ്? ഒരു പ്രദേശത്തുള്ള അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അതിൻ്റെ ഫിനാൻസിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെയാണ് ഇവിടെ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡസ്ട്രിയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ രൂപീകരിച്ചിട്ടുള്ള സൊസൈറ്റികളാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ സ്പിന്നിങ് മില്ലുകളായിട്ടോ, ക്ലിയർ, വീവിങ് ആൻഡ് സ്പിന്നിങ് മില്ലുകളായിട്ടോ ഒക്കെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് രൂപീകരിക്കാറുണ്ട്. ഓക്കെ, കയർ ഇൻഡസ്ട്രീസിൻ്റെ, കാഷ്യൂ ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ യൂണിറ്റുകൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ് ആണ് ഇതിൽ വരുന്നത്. ക്ലിയർ. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ദെൻ അതുപോലെ തന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. ക്ലിയർ. സെൻട്രൽ ഗവൺമെൻറ് സ്കീം അനുസരിച്ച് വരാവുന്ന ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. ഇതൊരു റിഹാബിലിറ്റേഷൻ തന്നെയാണ് വീണ്ടും വന്നത്, അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഓർഡറാണ് വരുന്നത്. ഓക്കെ, തൽക്കാലം നമുക്ക് സോ ഇത് സംബന്ധിച്ചുള്ള ജിയോ ആണ് ഇവിടെ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ. ക്ലിയർ. അപ്പോൾ എന്താണ് ആ സ്കീം, അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്കീംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒഴിവുള്ള സമയത്ത് ജസ്റ്റ് നോക്കുക. അതുപോലെ തന്നെയുള്ള വേറൊരു സ്കീമാണ് സ്കിൽഡ് എൻ്റർപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്. ക്ലിയർ. സ്കിൽഡ് ആയിട്ടുള്ള ചില വർക്കുകളൊക്കെ വേണ്ടി വരുന്ന സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത്, അല്ലേ, അവരുടെ സ്കില്ല് കുറച്ചുകൂടെ മോൾഡ് ചെയ്ത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള എൻ്റർപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് വരുന്നത്. അപ്പം ഇങ്ങനെ കുറേയധികം ഫങ്ഷൻസാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സർവീസസ് ഓഫേർഡ് ബൈ, ക്ലിയർ, കുറേയധികം സർവീസസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരിക. ഓക്കെ, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ്, ക്ലിയർ, ഡോക്യുമെൻറ്റേഷൻ സെൻറ്റർ, സെൽഫ് സർവീസ് ഡെസ്ക്. ക്ലിയർ. വ്യവസായ കേരളം എന്ന് പറയുന്ന ഒരു മന്ത്ലി ജേണലാണ് കേട്ടോ. ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്ന ജേണലാണ് വ്യവസായ കേരളം. ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ. ഓക്കെ, ലോഗ് ലൈസൻസ് പറയും. ക്ലിയർ. ചില ലൂബ്രിക്കൻസ്, ഗ്രീസ്, ഓയിൽ, ക്ലിയർ, അതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ലൈസൻസിനൊക്കെ വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ലൈസൻസ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ. അതുപോലെ തന്നെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, അല്ലേ, സ്കേഴ്സ് റോ മെറ്റീരിയൽസിനൊക്കെ, കൺട്രോൾഡ് റോ മെറ്റീരിയൽസിനൊക്കെ അവൈലബിലിറ്റി കിട്ടുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. EDP പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. ക്ലിയർ. തന്നെ EAP. എന്താ EAP, EDP എൻ്റർപ്രനോറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. EAP എൻ്റർപ്രനോർഷിപ്പ് അവയർനെസ് പ്രോഗ്രാമാണ്. ക്ലിയർ. അപ്പോൾ അത് സ്കൂളുകൾ, കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അവയർനെസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു. EDP എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, എൻ്റർപ്രനേഴ്സിനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുക. ക്ലിയർ. ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക.
ടെക്നോളജി ക്ലിനിക്കുകൾ കണ്ടക്ട് ചെയ്യുക, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കുക, MSME അവാർഡ് ക്ലിയർ, കേരളത്തിലുള്ള ബെസ്റ്റ് MSME അവാർഡ് ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് MSME അവാർഡ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവാർഡ് കൊടുക്കുന്നുണ്ട് ക്ലിയർ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള അവാർഡ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് നിശ്ചയിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫെസിലിറ്റേഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നു ക്ലിയർ. ഇതെല്ലാം സർവീസസ് ആയിട്ട് വരും. അതുപോലെ ട്രഡീഷണൽ സെക്ടേഴ്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇത്രയുള്ള സെക്ടേഴ്സാണ് ട്രഡീഷണൽ സെക്ടർ. ഹാൻഡിക്രാഫ്റ്റ്, BD, ബാംബു, ഹാൻഡിക്രാഫ്റ്റ് അവാർഡ്സ്, ദെൻ ക്ലിയർ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് CFSC എന്ന് പറയുന്നത് കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റർ ഫോർ ഹാൻഡിക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടേക്കാണുള്ളതെന്നൊക്കെ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കുറേയധികം പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹാൻഡിക്രാഫ്റ്റ്, BD ആൻഡ് ബോംബ് എന്നൊക്കെ പറയുന്നത് കേരള സ്പെസിഫിക് ആയിട്ട് വരുന്ന ട്രഡീഷണൽ സെക്ടറാണ്. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് കേരളത്തിലുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് കേരള നമുക്ക് ലഭിക്കും. 2 പോളിസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2015 ഇൻഡസ്ട്രിയൽ പോളിസി, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2018. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ഡൗൺലോഡ് ആവും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് നോക്കാം. മലയാളത്തിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ രീതിയിൽ വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നിങ്ങൾ പറ്റാവുന്ന തരത്തിൽ ഇത് ഉപയോഗിക്കുക. ഓക്കെ.